നമസ്കാരം. കേരളത്തിന്റെ തൊട്ട് അയൽ സംസ്ഥാനമാണ് കർണാടക. ഈ കർണാടകത്തിൽ കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിൽ ഒരു ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തുള്ള ഏകദേശം 500 പേരെയാണ്, വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള 500ഓളം പേരെയാണ് കൊല ചെയ്തത്. അത് കർണാടകത്തിലായിരുന്നു ഈ സംഭവം നടന്നത്. 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ പെൺകുട്ടികളും മുതിർന്നവരുമായിട്ടുള്ള സ്ത്രീകൾ ബലാത്സംഗം ചെയ്ത് അവിടെ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതൊരു വാർത്തയായി മാറിയത് ആ ക്ഷേത്രത്തിനടുത്തുള്ള ഒരാളെ ശവം മറവ് ചെയ്യിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ആൾക്കാർ, അവിടുത്തെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് അദ്ദേഹത്തെ നിയോഗിക്കുകയുണ്ടായി. ഇത് വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ ആളുടെ ബന്ധുവിന്റെ നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാവുകയും അയാൾ ആ സ്ഥലത്ത് നിന്ന് അവിടുന്ന് നാട് വിട്ടു പോവുകയാണ് ഉണ്ടായത്. നാട് വിട്ടു പോയതിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ പ്രാഥമികമായ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. എത്ര പേരെയാണ് കുഴിച്ചിട്ടിരിക്കുന്ന എന്നുള്ളത്, അതിന്റെ തെളിവ് പുറത്തു വരേണ്ടതുണ്ട്. ഈ ആൾ, വെളിപ്പെടുത്തിയ ആൾ ഏതോ ഒരു പ്രാദേശികമായിട്ടുള്ള ചാനലിൽ വന്ന് ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അറിയാവുന്ന സ്ഥലത്ത് പോയി കുഴിയെടുത്ത് അവിടെ 2-3 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ പരാതി പറയുകയും പോലീസുകാർ ഈ അന്വേഷിച്ച് ഈ പറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ അസ്ഥികൂടങ്ങളും മറ്റും കിട്ടുകയുണ്ടായി. ഇനി ബാക്കിയുള്ള അന്വേഷണങ്ങൾ പുറകെ നടക്കാനിരിക്കുന്നു. എന്തായാലും പ്രതികൾ വളരെ സ്വാധീനമുള്ളവരാണ്. അത് ഈ ഇന്ത്യയിലാണ് നടക്കുന്നതെന്ന് ഓർക്കണം. ഇപ്പോൾ ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോ ഈ 2025 എത്തിയപ്പോഴത്തേക്കും ഇതാണ് സ്ഥിതി. അതായത് 95 കാലഘട്ടങ്ങളിൽ, അതിനു മുമ്പ് കോൺഗ്രസും BJPയും മാറി മാറി ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. ആ കർണാടകത്തിലാണ് ഇതുപോലുള്ള സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. അവിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വരെ പീഡിപ്പിച്ച് കൊന്നെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്ന ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു ലോറി ഡ്രൈവർ അർജുനന് വേണ്ടിയിട്ട് നമ്മൾ തെരച്ചിൽ നടത്തിയതിന്റെ നിസ്സംഗതയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിലാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പോൾ അതിനു മുമ്പ് BJP ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ആ BJP ഭരിക്കുന്ന കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയിട്ടുള്ളത്. ഇത് എന്തുമാത്രം പുറത്തു വരും എന്നുള്ളത് നമുക്ക് വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അവസാനം അറിയാൻ സാധിച്ചത്. അവിടുത്തെ പൗരസമിതി ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ സമരപരിപാടികളൊക്കെ നടത്താൻ പോകുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളും അരങ്ങേറിയിട്ടുണ്ടാവാം. പക്ഷെ ഇത് വെളിപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണ്. 500ഓളം പേരെ കൊന്നു കുഴിച്ചുമൂടി എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊലപാതകങ്ങളാണ് ഈ 500 പേരെയും കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം. ഒരാൾ പോലും പരാതി കൊടുത്തതെല്ലാം അവിടെ ഫയലിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. അതിനും മാത്രം സ്വാധീനം ആ പ്രതികൾക്കുണ്ടായിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ല, ഇതിനപ്പുറവും നമുക്ക് കാണാതിരിക്കുന്നേ ഉള്ളൂ. വടക്കേ ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ദളിതരെയും വളരെ നീചമായി കൊന്നു തള്ളുകയാണ്. അതിനെതിരായിട്ട് ഒന്ന് ചെറുവിരലനക്കാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്കോ കഴിയുന്നില്ല എന്നുള്ളത്
നമ്മളെയൊക്കെ ആകെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്.